നമസ്കാരം. സിപിഎമ്മിലെ ലോക്സഭാ സീറ്റ് നിർണയം ഏതാണ്ട് അന്തിമമായി. എറണാകുളത്തും ചാലക്കുടിയിലും ആരെ മത്സരിപ്പിക്കണമെന്നത് കെ.വി. തോമസിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് നിശ്ചയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിലാണ് മത്സരിക്കുക. പാർട്ടി പറയുന്നത് അനുസരിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശാസനയിലാണ് രാധാകൃഷ്ണന്റെ മത്സരം. കൊല്ലത്ത് പല പേരുകൾ പരിഗണിച്ചെങ്കിലും അവസാനം നറുക്കുവീണത് സിനിമാ നടനും എംഎൽഎയുമായ മുകേഷിനാണ്. ചാലക്കുടിയിൽ മഞ്ജു വാര്യരെ മത്സരിപ്പിക്കാൻ സിപിഎം ചരടുവലികൾ നടത്തിയിരുന്നു. എന്നാൽ മഞ്ജു വഴങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് മുകേഷിനെ സിനിമാക്കാരൻ എന്ന നിലയിൽ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നത്. ആലത്തൂരും പാലക്കാടും ആറ്റിങ്ങലും വടകരയിലും കണ്ണൂരിലും കാസർഗോഡും കടുത്ത മത്സരത്തിനാണ് സിപിഎം ഒരുങ്ങുന്നത്. കൊല്ലത്തെ NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ മുകേഷിന്റെ സിനിമാ ഗ്ലാമറിന് കഴിയുമോ എന്നതും ചോദ്യമായി മാറുന്നുണ്ട്. പത്തനംതിട്ടയിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കും. കോൺഗ്രസിലെ ഭിന്നതകൾ സിപിഎമ്മിനെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ബിജെപിക്ക് കേരളത്തിലുടനീളം വോട്ട് കൂടുമെന്നും ഈ സാഹചര്യത്തിൽ കേഡർ വോട്ടുകൾ നിലനിർത്തിയാൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിലയിരുത്തൽ. അതിനുവേണ്ടിയാണ് പ്രധാന മുഖങ്ങളായ തലമുതിർന്ന നേതാക്കളെയും രംഗത്തിറക്കുന്നത്. എറണാകുളത്ത് ആരാകും മത്സരിക്കുകയെന്നത് വ്യക്തതയില്ല. കെ.വി. തോമസിന്റെ മകളെ പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്തെ സ്ഥാനാർത്ഥി ആരെന്ന് കൂടി പരിഗണിച്ച് ചാലക്കുടിയിലും തീരുമാനം വരും. രണ്ടിടത്തും തോമസിന്റെ അഭിപ്രായം നിലപാട് നിർണായകമാകും. വിജയസാധ്യത ഉള്ളവരെ കണ്ടെത്താനാണ് ഇത്. പൊതു സ്ഥാനാർത്ഥികളും ഈ മണ്ഡലങ്ങളിൽ പരിഗണനയിലുണ്ട്. തോമസിനോട് അതിവേഗം തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിണറായി വിജയന് താല്പര്യമില്ലാത്ത ആരും പട്ടികയിൽ ഇല്ലെന്നതാണ് വസ്തുത. ആറ്റിങ്ങലിൽ കടകംപള്ളിയെ തഴഞ്ഞതും പിണറായിയാണ്. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിനും നിരാശയായിരുന്നു ഫലം. എം സ്വരാജിനും അവസരം കിട്ടിയില്ല. കണ്ണൂരിൽ സ്പീക്കർ ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആഗ്രഹം ചിലർക്കുണ്ട്. എന്നാൽ ഇതിന് ഷംസീർ വഴങ്ങുന്നില്ല. അങ്ങനെ വന്നാൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. എന്തു വന്നാലും മത്സരത്തിനില്ല എന്നതായിരുന്നു മന്ത്രി M രാധാകൃഷ്ണന്റെ നിലപാട്. അത് പറ്റില്ലെന്ന് പിണറായിയും നിലപാടെടുത്തു. പാർട്ടി തീരുമാനം അംഗീകരിച്ചേ മതിയാകൂവെന്നും വ്യക്തമാക്കി. ഇതോടെ രാധാകൃഷ്ണന് വഴങ്ങേണ്ടി വന്നു. മന്ത്രിയായി രാധാകൃഷ്ണൻ മത്സരിക്കുമെന്ന് ഇതോടെ ഉറപ്പാവുകയാണ്. ദേശീയ തലത്തിൽ ശക്തി കൂട്ടാൻ പരമാവധി സീറ്റ് വേണമെന്നുമാണ് പിണറായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാൻ പിണറായി നിർദ്ദേശിച്ചതും. ഇത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് എളമരം കരീമാണ് മത്സരിക്കുക. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ അതത് ജില്ലാ കമ്മിറ്റികൾ CPM സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ പേരുകളാണ് പുറത്തു വന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MLA മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കൾ അടക്കം പ്രമുഖരെയാണ് CPM മത്സര രംഗത്തിറക്കുന്നത്. പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റുറപ്പാക്കാനാണ് CPM നീക്കം. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണ. പാലക്കാട് A വിജയരാഘവൻ മത്സര രംഗത്തേക്ക് എത്തുകയാണ്. ആലത്തൂർ K രാധാകൃഷ്ണനും കോഴിക്കോട് മുതിർന്ന നേതാവ് എളമരം കരീമും മത്സരിക്കുമെന്നാണ് സൂചന. ജില്ലാ കമ്മിറ്റിയുടെ പട്ടികയിൽ എളമരം കരീമാണ് ഇടം പിടിച്ചത്. വടകരയിൽ മുൻ മന്ത്രി KK ശൈലജയെ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടെങ്കിലും ശൈലജ ഇതിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്നാണ് അറിയുന്നത്. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് NV ബാലകൃഷ്ണനുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. എറണാകുളം ചാലക്കുടി സീറ്റിൽ ധാരണയായിട്ടില്ല. നന്ദി.